ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ കിതാബത്ത് എക്സാമിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നിങ്ങൾ കിതാബത്ത് എക്സാമിന് മദ്രസയുടെ കിതാബത്തിൻ്റെ മോഡൽ ചോദ്യപേപ്പർ നിങ്ങൾക്ക് ഉപയോഗിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ മോഡലിലേക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താ കിബിലക്ക് മുന്നിടുക എന്നത് നോക്കിയിട്ട് ഇവിടെയൊക്കെ എഴുതിയിരിക്കണം. അക്ഷരമൊക്കെ ക്ലിയറാക്കി ശരിയാക്കി എഴുതുക. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടുള്ളൂ. നോക്കി എഴുതുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വൃത്തിയില്ലാതെ എഴുതി വെക്കരുത്, മനസ്സിലാക്കാം. ഹസ്ബുൻ അല്ലാഹ് അതുപോലെ എഴുതാം. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അസ്സലാത്തു മഖ്ബൂല. മിഫ്താഹുൽ ജന്ന. അപ്പോൾ ഇതൊക്കെ പകർത്തി എഴുതുക, നോക്കി ഇവിടെയൊക്കെ എഴുതുക. അടുത്തതാ ഹർക്കത്ത് ഇട്ട് കൊടുക്കണം. ഇവിടെ തവക്കൽത്തു അലല്ലാഹ്. അപ്പോൾ ഇതിന് തവക്കലതു അലല്ലാഹി അങ്ങനെ ഇട്ട് കൊടുക്കാൻ കഴിയണം. നമുക്ക് കൂടെ പറഞ്ഞിങ്ങാണ്ട്, മനസ്സിലായില്ലേ? അടുത്തതാ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ. ഇന്ദല്ലാഹിൽ ഇസ്ലാം, മനസ്സിലാക്കുക. അടുത്തതാ മിഫ്താഹുൽ ജന്നത്തി സ്വലാഹ്. മിഫ്താഹുൽ ജന്നത്തി സ്വലാഹ്. അപ്പം അതുപോലെ പാഠത്തിൻ്റെ അടിയിൽ വരുന്ന മറ്റു പാഠത്തിലെ ബോക്സുകളൊക്കെ ഇതുപോലെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴേ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ കഴിയുള്ളൂ. ഇനി പദങ്ങൾ നിർമ്മിക്കണം. പദങ്ങൾ ഇവിടെ എന്താ അക്ഷരം വന്നത്? ഓ വെച്ചിട്ട് എന്ത് എഴുതാം? ഒച്ച് എന്ന് എഴുതി കൊടുക്കാം നമുക്ക്. ഒച്ച്. അടുത്തത് ഗ. മുഖം. എണ്ണ വെച്ചിട്ടോ അരണ. അരണ അങ്ങനെ എഴുതാം. അടുത്തത് ng വെച്ചിട്ടോ മാങ്ങ. മാങ്ങ വരുമ്പം ശബ്ദ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. മാങ്ങ. അപ്പം അതുപോലെ മറ്റു അക്ഷരങ്ങൾ വന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അക്ഷരങ്ങൾ വെച്ചിട്ട് ഇതേപോലെ പദങ്ങൾ നിർമ്മിക്കാൻ കഴിയണം. ഊ വന്നാൽ ഊഞ്ഞാൽ, ഊമ. ഈ വെച്ച് ഈച്ച. അങ്ങനെ നമുക്ക് ഉണ്ടാക്കി എഴുതി കൊടുക്കാൻ കഴിയണം. ഇനി വാചകം നിർമ്മിക്കണം. ഞാൻ എന്തേതാ? ഞാൻ മുസ്ലിമാണ്. ഒട്ടകം പരാതി പറഞ്ഞു. അടുത്തത് നമ്മെ പടച്ചവൻ അല്ലാഹു. അങ്ങനെ എഴുതുക. അടുത്ത എന്താണ്? ഇതിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്തിട്ട് ഇവിടെയൊക്കെ എഴുതണം. അപ്പോൾ ഇവിടെ പ്രതിഫലം എന്ന് 3 രീതി തന്നിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായ പ്രതിഫലം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. പ്രതിഫലം ഫ എഴുതുമ്പോഴേ ബായും ഹായും കൂടി ചേർത്തിട്ട് വേണം എഴുതാൻ. പ്രതിഫലം. അപ്പോൾ ഇതാണ് ഇതിൽ ശരിയായത്. അപ്പോൾ എടുത്തിങ്ങോട്ട് എഴുതണം, മനസ്സിലാക്കാം. ഇനി സൃഷ്ടിച്ചു എന്നുള്ളതിൽ ഷീനാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് സൃഷ്ടിച്ചു എന്നുള്ളത്? ഫസ്റ്റത്തതാണ് ശരി വരുന്നത്. താഴെ പുള്ളി വരുന്ന ഷാ ആണ് വരിക. സൃഷ്ടിച്ചു. അപ്പോൾ അത് ഇവിടെയൊക്കെ എഴുതാം. അടുത്തത് അശുദ്ധി എന്നുള്ളത് ഏതായിരിക്കും ശരി വരിക? ഇതാണ് ശരി. താഴെ പുള്ളിയുള്ള ഷാ അല്ല വരുന്നത്, പിന്നെ ഹ വേണം, മനസ്സിലാക്കുക. ഇവിടെ താഴെ പുള്ളി ഉള്ളതാണ് വേണ്ട, അപ്പോൾ ഹ വേണേനോ. അപ്പോൾ ഇതാണ് ശരിയായത്. അപ്പോൾ ഇത് ഇവിടേക്ക് എടുത്ത് എഴുതാം. ഇനിയോ ശുചിമുറി ഏതാ ശരി?
അപ്പോൾ ഇവിടെ 3 പുള്ളിയുള്ള ഷൂ വേണം. ജീമിനും 3 പുള്ളി വേണം. ശുചി മുറി, ശുചിമുറി. മനസ്സിലാക്കുക. ഇതിന് ജീമിന് 3 പുള്ളി ഇല്ല. അപ്പോൾ ഇതൊക്കെ പാഠഭാഗം തന്നെ മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ശരി, ഇതാണ് ശുചിമുറി. അപ്പോൾ ഇതൊക്കെ പാഠഭാഗം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓരോരോ വേർഡ്സുകളും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ സന്ദർശിച്ചു, സ്ഥലം, സന്തോഷം, ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി എന്താ, അറബി മലയാളത്തിൽ എഴുതണം. ഇവിടെ പൂച്ച കഞ്ഞി കുടിച്ചു എന്നുണ്ട്. അപ്പോൾ അതിനിവിടെ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അറബി മലയാളത്തിലേക്ക് എഴുതി കൊടുക്കണം. ഇവിടെ മലയാളം തന്നത് പൂച്ച കഞ്ഞി കുടിച്ചു എന്ന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി കൊടുക്കാം. അടുത്തതാ, അമീർ കലണ്ടറിൽ നോക്കി. അങ്ങനെ എഴുതി കൊടുക്കാൻ കഴിയണം. നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. അപ്പോൾ ഇതൊക്കെ ഒക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ ആദം നബീനെ സൃഷ്ടിച്ച പാഠം പഠിച്ചിരുന്നു, ഖലീഫത്തുള്ള. ആ പാഠത്ത് പറയുന്നുണ്ട് നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അതന്നെ വരണമെന്നില്ല, നമുക്ക് വേറെയും വേർഡ്സുകൾ തരാം, നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അറബി മലയാളം അക്ഷരങ്ങൾ പഠിച്ചു വെക്കുകയാണ് ഇതിനൊക്കെ വേണ്ടത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇതുപോലെ ഇത് കുറച്ച് തരണുള്ളൂ, നിങ്ങൾക്ക് മോഡലായിട്ട് മാത്രമാണ് ഇത് 3 ക്വസ്റ്റ്യനൊക്കെ തരണുള്ളൂ. ഇത് 6 എണ്ണമൊക്കെ വരും, 5 എണ്ണമൊക്കെ എന്തായാലും വരും എഴുതാൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അക്ഷരങ്ങൾ, അറബി മലയാളം അക്ഷരങ്ങളൊക്കെ നന്നായി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.